ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ മെഷർമെൻറ്റിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ക്ലോത്ത് എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ അളവുകൾ ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രിൻ്റ് നമ്മളെപ്പോഴും തുണി മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രിൻ്റ് നോക്കിയിരിക്കണം. അത് പ്രിൻ്റ് ഇപ്പോൾ ഒരേ ഡയറക്ഷനുള്ള പ്രിൻ്റ് ആണെങ്കിൽ നമുക്കിതുപോലെ മടക്കാൻ പറ്റില്ല, അത് കട്ട് ചെയ്തിട്ടൊക്കെ വേണം മടക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും ക്ലോത്ത് മടക്കിയിടാൻ നോക്കുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും പ്രിൻ്റ് ഒരുപോലെ വരുന്നതാണ് നോക്കണം. ഇവിടെ പ്രിൻ്റ് ഏകദേശം പ്രശ്നമില്ല, കാരണം അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെയാണ് പ്രിൻ്റ് ഉള്ളത്, അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്ലോത്തിനെ 4ആയിട്ട് മടക്കിയിടുക. അതിനുശേഷം നമ്മൾ തുണി ഒന്ന് ലെവൽ ചെയ്ത് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോൾഡർ കൊടുക്കുമ്പോൾ 15 ഇഞ്ചായിരുന്നു ഷോൾഡർ വരുന്നത്. അതിൽ നിന്ന് ഒരു 2 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത്. കാരണം ബാക്കിലെ നെക്ക് 5 ഇഞ്ച് ഇറക്കമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷോൾഡർ കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു 2 ഇഞ്ച് ടോട്ടൽ ഷോൾഡറിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടുന്നത് 6.5 ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ വരുന്നത്. ഷോൾഡർ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 എടുക്കുക. 4/1 എടുത്തിട്ട് ഒരു 1/4 ഇഞ്ച് ലൂസും കൊടുക്കണം. എന്നിട്ട് വേണം നമ്മളത് അടയാളപ്പെടുത്തുക. 8.5 ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത്, അത് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ കൈക്കുഴി 6.5 ഇഞ്ചാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ട് അത് തമ്മിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചൊന്ന് കുഴിച്ച് വരയ്ക്കുക. ഇനി നമ്മൾ എടുത്ത മെഷർമെൻറ്റ് കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ആം ഹോൾ ഉണ്ടല്ലോ, ആം ഹോളിൻ്റെ പകുതി എടുക്കുക. അതിനോടുകൂടി ഒരു 1/4 ഇഞ്ച് കൂട്ടുക. അപ്പോൾ ഇവിടെ ആം ഹോളിൻ്റെ പകുതി 7.5 ഇഞ്ചാണ്. ഒരു 1/4 ഇഞ്ചും കൂടി കൂട്ടി 7.25 ഇഞ്ചാണ് നമുക്ക് ആം ഹോൾ വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം നമുക്ക് 7.25 കിട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ 7.25 കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ഈ കൈ ഇറക്കിയില്ല, 6.5 ഇഞ്ച് താഴത്തോട്ട് ഇറക്കിയില്ല, അത് കൂട്ടുകയോ കുറച്ചോ, അതായത് കൂടുതലാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ഇച്ചിരി ആ ലെങ്ത്ത് കുറക്കണം, കുറവാണെങ്കിൽ ആ ലെങ്ത്ത് കൂട്ടണം. അപ്പോൾ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വേണം എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടുത്ത അടയാളപ്പെടുത്താൻ പോകുന്നത് ബസ് പോയിൻ്റാണ്. ബസ് പോയിൻ്റ് അടയാളപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തയ്യൽ തുമ്പ് ഒഴിവാക്കിയിട്ട് വേണം ബസ് പോയിൻ്റ് അടയാളപ്പെടുത്താൻ. ഇവിടെ 8.5 ഇഞ്ചാണ് ബസ് പോയിൻ്റ് വരുന്നത്. അതിനുശേഷം ബസ്റ്റിൻ്റെ വണ്ണത്തിൻ്റെ 4/1 1/4 ഇഞ്ച് ലൂസും ആഡ് ചെയ്യുക. അതിലേക്ക് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. ഇവിടെ ബസ് പോയിൻ്റിൽ ബസ്റ്റ് വണ്ണം വരുന്നത് 9 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ലൂസും കൂടി ആഡ് ചെയ്തിട്ട് 9 ഇഞ്ചാണ്, അത് അടയാളപ്പെടുത്തുക. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. ഇനി നമുക്ക് കൊടുക്കേണ്ടത് വേസ്റ്റാണ്. വേസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. ആദ്യം 13 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇങ്ങനെ വരച്ചിടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വര വരയ്ക്കുന്നത്, നിങ്ങൾ വരയ്ക്കണമെന്നില്ല. ഓക്കെ, അതാ നമ്മൾ വേസ്റ്റ് അടയാളപ്പെടുത്തുക. അതിനുശേഷം വേസ്റ്റ് 30 ഇഞ്ചാണ് വേസ്റ്റ് വരുന്നത്. അതിൻ്റെ 4/1 1/4 ഇഞ്ച് ലൂസും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കവിടെ അടയാളപ്പെടുത്താം. എന്നിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുക. കണ്ടില്ലേ? ഇനി നമ്മളിതൊന്ന് ഈ വരയ്ക്കുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, ഈ പോയിൻറ്റിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, മറ്റേത് നമ്മൾ കട്ട് ചെയ്യാനുള്ള പോയിൻ്റാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലിറ്റിൻ്റെ ഇറക്കം 19 ഇഞ്ചാണ് സ്ലിറ്റ് ഇറക്കം വരുന്നത്. അവിടുത്തെ സ്ലിറ്റ് ഇറക്കം 19 ഇഞ്ചാണ്, അത് അടയാളപ്പെടുത്തി. അതിനുശേഷം അവിടുത്തെ വണ്ണം 35 ഇഞ്ചാണ് അവിടുത്തെ വണ്ണം വരുന്നത്. അതിൻ്റെ 4/1 എടുത്ത് ഒരു 1/4 ഇഞ്ച് ലൂസും കൂടി ആഡ് ചെയ്തിട്ട് 1 ഇഞ്ച് വേണം തയ്യൽ തുമ്പ് കൊടുക്കാൻ. കാരണം ഇത് നമുക്ക് സ്ലിറ്റ് മടക്കി അടിക്കാനുള്ളതാണ്. അപ്പോൾ 1 ഇഞ്ച് വേണം തയ്യൽ തുമ്പോടെ കൊടുക്കാൻ. അതുമാത്രമല്ല, മുകളിലേക്ക് 1 ഇഞ്ച് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലിറ്റും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഷോൾഡറാണ്, കൈക്കുഴി, ഇത് ബസ്റ്റ് പോയിൻ്റ്, വേസ്റ്റ് ആൻഡ് സ്ലിറ്റ്. ഇനി നമുക്ക് താഴത്തെ അളവെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലിറ്റ് എടുത്തതിനേക്കാളും ഒരു 2 ഇഞ്ച് കൂടുതലായിരിക്കണം നമ്മൾ താഴെ കൊടുക്കേണ്ടത്. നോർമലി നമ്മൾ 2 ഇഞ്ച് താഴെ കൂടുതൽ കൊടുക്കാറുള്ളൂ, അതിൽ കൂടുതൽ കൊടുക്കത്തില്ല. അപ്പോൾ ഇവിടെ മുകളിൽ വന്നത് 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി കൂട്ടി 11 ഇഞ്ചാണ് താഴെ കൊടുക്കുന്നത്. ഇപ്പോൾ അതിൽ കൂടുതൽ വീതി വേണമെന്നുള്ളവർക്ക് വീതി കൂട്ടി കൊടുക്കാം. നോർമലി ഒരു 2 ഇഞ്ച് കൂടുതൽ കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു വീതി നമുക്ക് കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് നെക്കാണ്. നെക്ക് നമ്മുടെ വിഡ്ത്ത് എത്രയാണോ വേണ്ടത്. അപ്പോൾ നമ്മൾ ഇച്ചിരി വൈഡായിട്ടുള്ള നെക്ക് ഇടുന്നവരാണെങ്കിൽ ആ ഒരു രീതിയിൽ, അല്ല കുറച്ചാണെങ്കിൽ ആ ഒരു രീതിയിൽ എങ്ങനെ വേണം കൊടുക്കാം. ഒരു നോർമലി 3 ഇഞ്ചാണ് വൈഡ് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ 3 ഇഞ്ചാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തി താഴത്തേക്ക് 5 ഇഞ്ച് ഇറക്കം, ബാക്ക് നെക്ക് 5 ഇഞ്ച് ഇറക്കമാണ്, അത് അടയാളപ്പെടുത്തി ഒരു ബോക്സ് വരയ്ക്കുക. അതിനുശേഷം നമുക്ക് ഏത് ഷേപ്പിലാണോ നെക്ക് വേണ്ടത് ആ ഷേപ്പ് കൊടുക്കുക. ഇതിപ്പോൾ നമ്മളൊരു ചെറിയൊരു വി ഷേപ്പാണ് കൊടുക്കുന്നത്. ഇപ്പോൾ വി കൊടുക്കുമ്പോൾ നിങ്ങൾ ഇച്ചിരി കൂടി നല്ല ഡീപ്പായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി ഭംഗിയായിരിക്കും കാണാനായിട്ട്.
അപ്പോൾ നമ്മൾ ഈ 5 ഇഞ്ച് കൊടുത്തപ്പോൾ ഷോൾഡർ 2 ഇഞ്ചാണ് കുറച്ചത്. ഇനി 5-ൽ കൂടുതൽ അല്ലെങ്കിൽ 7 ഇഞ്ചോ 8 ഇഞ്ചൊക്കെ കൊടുക്കുമ്പോൾ ഷോൾഡറിൽ നിന്നൊരു 3 ഇഞ്ചെങ്കിലും കുറച്ചിരിക്കണം കേട്ടോ. ഇല്ല എങ്കിൽ നമുക്ക് പുറകിലൊരിങ്ങനെ പിടുത്തം ഉണ്ടാവും. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. 6 ഇഞ്ച് ഇറക്കവും 3 ഇഞ്ച് വിട്ടും കൊടുത്തിട്ട് നമ്മളതൊരു കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ എപ്പോഴും ബാക്ക് നെക്കായിരിക്കണം കട്ട് ചെയ്യാൻ. ഫ്രണ്ട് നെക്ക് ആദ്യം കട്ട് ചെയ്ത് കളയരുത്. ബാക്ക് നെക്ക് കട്ട് ചെയ്തു. അതിന് ശേഷം വി നെക്കിന് എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഷോൾഡറിൽ ഒരു 4 ഇഞ്ച് സ്ലോപ്പും കൂടി കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 4 ഇഞ്ച് സ്ലോപ്പും കൊടുത്തിട്ട് അതൊന്ന് കംപ്ലീറ്റ് വെട്ടിയെടുക്കുകയാണ്. കൈക്കുഴിയൊക്കെ നമ്മൾ വരച്ചില്ലേ ആ വരയിലൂടെ തന്നെ വെട്ടിയെടുക്കുക. അതുപോലെ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് അവിടെ കൂടി വേണം വെട്ടാൻ, അല്ലാതെ നമ്മൾ ആ കറക്റ്റ് മെഷർമെൻറ്റ് ചെയ്ത് അവിടെ കൂടി വെട്ടരുത്. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് പീസ് മാറ്റാം. അതിനുശേഷം ഫ്രണ്ടിലെ നെക്ക് വെട്ടുക. ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലെ കൈക്കുഴി അല്പം കുഴിച്ച് വെട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ആം ഹോൾ വരച്ചിട്ടില്ല ഒരു ബോക്സ് പോലെ, അതിൻ്റെ ആ കോർണറിൽ നിന്ന് ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഫ്രണ്ടിലേക്ക് മാറ്റി അടയാളപ്പെടുത്തിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. മുകളിലെ ഷോൾഡറിലേക്ക് അതൊന്ന് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ പകുതി എടുക്കണം. ഇതിൻ്റെ പകുതി എടുത്ത് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ ആ കട്ട് ചെയ്ത താഴത്തേക്കുള്ള പീസില്ലേ, ആ താഴത്തേക്കുള്ള വരയിലേക്ക് ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ചേർത്ത് വയ്ക്കുക. അതായത് ഇതുപോലെ ഫ്രഞ്ച് കർവ് വയ്ക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ മിഡിൽ കണ്ടുപിടിച്ചില്ലേ, ആ മിഡിൽ പോയിന്റിൽ നിന്ന് താഴത്തെ ലൈനിലേക്ക് ഒന്ന് കുഴിച്ച് വരയ്ക്കുക. അതായത് ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ചെടുക്കുക. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പീസ് ക്ലോത്ത് നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട്. ആ ഫോൾഡഡ് പാർട്ടാണ് എൻ്റെ നേരെ ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യം ഒന്ന് ക്ലോത്ത് ലെവൽ ചെയ്ത് വരയ്ക്കുക. അതിനുശേഷം ഒരു 4 ഇഞ്ചും ഒരു പോയിൻറ്റും തയ്യൽ തുമ്പായിട്ട് കൊടുക്കണം. 4 ഇഞ്ച് ഒരു പോയിൻറ്റും തയ്യൽ തുമ്പ് കൊടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോൾഡ് ചെയ്ത വശം, ആ മുകളിലത്തെ മടങ്ങിയ വശം ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മുടെ കൈവണ്ണം എത്രയാണോ കൈവണ്ണത്തിനോട് കൂടി പകുതി എടുക്കുക. അതിനോട് കൂടി ഒരു 4 ഇഞ്ച് ലൂസും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾക്ക് കൈവണ്ണം 12.5 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ പകുതി എടുക്കുക. അതിനായിട്ട് ഒരു 4 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് വരുന്നത് 6.5 ഇഞ്ചാണ്. പിന്നെ നമ്മൾ ആം ഹോൾ റൗണ്ട്, അതായത് നമ്മൾ ബോഡിയിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ആ പാട്ടില്ലേ, അവിടെ വരേണ്ടത് 7.25 നമ്മൾ നേരത്തെ ആ ബോഡിയിൽ ആം ഹോൾ കണ്ടുപിടിച്ചില്ലേ. അപ്പോൾ 7.25 ഇഞ്ച് വേണം നമുക്ക് ആ മേളിൽ വരാനായിട്ട്. ഞാൻ മെഷർ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിവിടെ കൈവണ്ണം വന്നിട്ടുള്ളത് 6.5 ഇഞ്ചാണ്. നമുക്കധികം 6.5 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്താം. ആ തയ്യൽ തുമ്പിട്ടില്ല, അവിടെ നിന്ന് ഒരല്പം മുൻപോട്ട് മാറ്റി 6.5 ഇഞ്ച് അടയാളപ്പെടുത്തി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾ ലൈൻ വരക്കണമെന്നില്ല. ഇനി ആ ഒരു 6.5 വന്ന് നിന്ന് ആ പോയിൻറ്റിൻ്റെ അവിടെ 3.25 ഇഞ്ച് അടയാളപ്പെടുത്തണം. 3.25 ഇഞ്ച് അടയാളപ്പെടുത്തുക. അപ്പോൾ ഈ 6.5യും 3.25 കൂടി ജോയിൻ ചെയ്യുന്ന അതാണ് താഴത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് നമ്മൾ കർവ് ആരംഭിക്കുന്നത്. കിടല്ലേ 6.5യും 3.25 വരുന്ന പോയിൻ്റ്. ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 6.5യുടെ പകുതി, അതായത് നമ്മുടെ കൈവണ്ണത്തിൻ്റെ പകുതിയും പിന്നെ ഈ താഴെ എടുത്ത 3.25ൻ്റെ പകുതിയും കൂടി ജോയിൻ ചെയ്യുന്ന പോയിൻ്റാണ് മുകളിലത്തെ പോയിൻ്റായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതാണ് മുകളിലത്തെ പോയിൻ്റ് വരുന്നത്. ഇത് മുകളിലത്തെ പോയിൻ്റ്, അത് താഴത്തെ പോയിൻ്റ്. അവിടെ 6.5യും 3.25, ഇവിടെ 6.5യുടെ പകുതിയും 3.25ൻ്റെ പകുതിയും ഒന്ന് ജോയിൻ. ഇനി ഇതുപോലെ നമ്മൾ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട്. അത് ആദ്യം നമുക്ക് ഈ ഒരു പോയിൻ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. അതിനുശേഷം ഈ കർവ് തിരിച്ച് വെച്ചിട്ട് നമ്മൾ തയ്യൽ തുമ്പ് ചേർത്തുകൊണ്ട് നമുക്കതങ്ങ് വരച്ചെടുക്കാം. കടല ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇനി നമുക്ക് വരച്ചെടുത്താൽ മാത്രം പോലെ നമ്മളത് മെഷർ ചെയ്യണം. ആ കർവ് ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ 7.25 ഇഞ്ച് കിട്ടിയെങ്കിൽ നമ്മൾ ചെയ്തത് കറക്റ്റായിട്ടായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റണ്ട. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അളന്ന് നോക്കുക. ഒരു പോയിൻ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ 8-8.5 ആയിക്കഴിഞ്ഞാൽ അത് തെറ്റാണ്. അപ്പോൾ നമ്മൾ വീണ്ടും രണ്ടാമത് ഈ 3.25 എന്നുള്ളത് 3.5 അല്ലെങ്കിൽ 3.25 ഒക്കെ ആക്കി മാറ്റിയിട്ട് വേണം പിന്നീട് വരയ്ക്കാൻ. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്ലീവ് ലെങ്ത്ത് 10 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. 10 ഇഞ്ച് എടുത്തിട്ട് അവിടുത്തെ കൈവണ്ണം എത്രയാണോ കൊടുക്കേണ്ടത് അതിൻ്റെ പകുതിയും ഒരു 4 ഇഞ്ച് ലൂസും കൊടുക്കുക. എന്നിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചെടുക്കാം. ഒരു 1 ഇഞ്ച് മടക്കി അടിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല വശങ്ങൾ ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സൈഡിൽ ഒരു 4 ഇഞ്ച് കുഴിച്ച് വെട്ടുക. ഒരുപാട് കുഴിച്ച് വെട്ടണ്ട,
ഒരു 4 ഇഞ്ച് കുഴിച്ച് വെട്ടിയിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി അത് ഫ്രണ്ട് പാർട്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കെപ്പോഴും അവിടെ ഒരു കട്ടിട്ട് കൊടുക്കണം. ഇല്ലായെങ്കിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലൊരു വെട്ടിട്ട് കൊടുത്തിട്ടുണ്ടാവണം. അപ്പം നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന നൂല് ആ ക്ലോത്തുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള നൂല് വേണം ഉപയോഗിക്കാനായിട്ട്. വേറെ കളർ നൂലൊന്നും ഇട്ട് തയ്ക്കരുത്, അത് ഭയങ്കര വൃത്തികേടായിരിക്കും. ആദ്യം തന്നെ നമുക്ക് സ്ലീവ് ഒന്ന് മടക്കിയടിക്കാം. സ്ലീവ് മടക്കി അടിച്ചതിന് ശേഷം നെക്ക് പിടിപ്പിക്കാം. ഇതിപ്പോൾ ഞാൻ നെക്ക് കട്ട് ചെയ്തിട്ട് വേറൊരു ക്ലോത്തിൽ പീസ് എടുത്തിട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഒരു പീസ് വെച്ചിട്ട് അതിലേക്ക് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. എന്നിട്ട് ആ ബാലൻസ് വരുന്ന പീസില്ലേ അത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അത് നമുക്ക് ആ തയ്യൽ കൊള്ളാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടുകൾ കൊടുക്കുക. ചെറിയ ചെറിയ കട്ടുകൾ കൊടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ടത് മറിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ചെറിയ കട്ടുകൾ കൊടുക്കാൻ പറയുന്നത്. അങ്ങനെ കൊടുത്തതിന് ശേഷം ഒന്ന് പതിച്ചടിക്കുക. ആ തയ്യൽ തുമ്പിൻ്റെ പുറത്തുകൂടി ഒന്ന് പതിച്ചടിപ്പിച്ചതിന് ശേഷം നമുക്കിതുപോലെ എടുത്തിട്ട് ഒന്നെങ്കിൽ അതിൻ്റെ പുറത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചേർക്കാം, ഇല്ലായെങ്കിൽ ഹെമ്മിങ് ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആ എക്സ്ട്രാ എന്തെങ്കിലും ക്ലോത്തുകൾ നിൽപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് വെക്കുക. നമ്മളെപ്പോഴും കുർത്തിയുടെയൊക്കെ ഫിനിഷിംഗ് എന്ന് പറയുന്നത് ഈ നൂലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഇങ്ങനെ തൂങ്ങിക്കിടക്കാത്ത രീതിയിലൊക്കെ ആയിരിക്കണം. അപ്പോൾ നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് നൂലൊക്കെ നിൽപ്പുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയണം. ഇനി നമുക്കിതുപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കുർത്തി റെഡിയായി. സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് സ്ലിറ്റും കൂടി റെഡിയാക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.